പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും ഓരോ കാര്യത്തിലും എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ പ്രയത്നിക്കണം. ഈ നൈമിഷികമായ ജീവിതത്തിൽ അവസാനമായി നമ്മോടൊപ്പം ഉണ്ടാവുക ഈ തഖ്വ മാത്രമായിരിക്കും എന്നോർക്കണം. താൽക്കാലികമായ നേട്ടങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി അനന്തമായ ജീവിതത്തിന്റെ പരാജയം ഏറ്റുവാങ്ങി പടച്ചവന്റെ ക്രോധം അല്ലെങ്കിൽ ശാപം നേരിട്ട് നരകാഗ്നിയിൽ കിടക്കേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാരിൽ അകപ്പെട്ടു പോവുകയില്ല എന്ന് ഉറപ്പിക്കണം. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചാൽ മാത്രമേ റബ്ബിന് നമ്മെ രക്ഷിക്കാൻ കഴിയൂ. തഖ്വയുടെ പാഠം അത്രയും പ്രാധാന്യമുള്ളതാണ്. ആ പ്രാധാന്യത്തോടെ തഖ്വയെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റണം എന്ന് എല്ലാ ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ നാഥൻ. അതിനുള്ള തൗഫീക്ക്, സന്മനസ്, സന്നദ്ധത, സാഹചര്യം എന്നിവയെല്ലാം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തഖ്വയുടെ തേട്ടത്തിന് വിരുദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചാൽ ആ ആരാധനാകർമ്മങ്ങൾക്കൊക്കെ ഒരു നിയതമായ ഒരു ഘടന, ഒരു നിർണയിക്കപ്പെട്ട ഒരു രൂപം ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇസ്ലാം കാര്യങ്ങളിലെ 5ാമത്തെ കാര്യമായ ഹജ്ജിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കൂ. ഹജ്ജ് എന്ന് പറയുന്നത് ശാരീരികമായും സാമ്പത്തികമായും സാങ്കേതികമായും ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ നിർബന്ധമായ ഒരു കാര്യം നിർവഹിക്കാതിരിക്കുന്നത് പിന്നീട് നീട്ടിക്കൊണ്ടുപോകുന്നത് കുറ്റകരവുമാണ്. അതേ സംബന്ധിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ വശമല്ല നമ്മുടെ ചർച്ച. അപ്പോൾ ഈ ഹജ്ജിനൊരു രൂപമുണ്ട്. ആ രൂപം വളരെ കൃത്യമാണ്. അത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് 3 രീതിയിൽ പറ്റും. അതിന്റെ ആ ചർച്ചയല്ല ഇപ്പോൾ നമ്മുടെ വിഷയം. കുറച്ച് ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കാനാവും. അപ്പോൾ ഹജ്ജിനൊരു കൃത്യമായ രൂപമുണ്ട്. ഒരാൾ പറയാണ്, എനിക്ക് അത്ര എന്ന് പറഞ്ഞാൽ മക്കത്ത് ഇവിടുന്ന് അതിന്റെ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കത്ത് ചെന്ന് 7 തവാഫും 7 സഅയും നിർവഹിച്ച് അങ്ങനെ നിർവഹിക്കേണ്ടതാണ് ഉംറ എന്ന് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളല്ല എന്റെ വിഷയം. അതുപോലെ തന്നെ ദുൽഹജ്ജ് 8 മുതൽ തുടങ്ങി 4-5 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന മക്കയിലും അതിന്റെ ചുറ്റുവട്ടങ്ങളിലുമുള്ള മിന, മുസ്തലിഫ, അറഫ, മുസ്തലിഫ പോലെയുള്ള പ്രദേശങ്ങളുമായിട്ടൊക്കെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് അത്രയും പോകാൻ കഴിയില്ല. എത്ര പോകാൻ പറ്റും? എനിക്ക് വേണമെങ്കിൽ ഹജ്ജിന്റെ നെയ്യത്ത് വെച്ചിട്ട് ബോംബെ വരെ പോകാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരാൾ പറയാണ്, എനിക്ക് എന്റെ ആ അവസ്ഥ വെച്ചിട്ട് മക്കത്ത് ജസ്റ്റ് പോയി കുറച്ച് മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച് തിരിച്ചു വരുന്നതിന് പ്രയാസമില്ല. അതിനപ്പുറം അവിടെ ഉള്ള മറ്റു കാര്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഉന്തിത്തള്ളി തിക്കിത്തിരക്കി കഴിയില്ല. അപ്പൊ ഇസ്ലാമിന്റെ വിധി എന്താ? ഒരാൾക്ക് ശാരീരികമായിട്ട് അവിടെ പോയി അത്രയും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ദുൽഹജ്ജ് 8 മിനയിലുണ്ടാവണം.
ദുൽഹജ്ജ് 9 ഉച്ച മുതൽ അസ്തമയം വരെ അറഫയിലുണ്ടാവണം. അന്ന് 9 രാത്രി മുസ്തലിഫയിൽ പാർക്കണം. 10 രാവിലെ മിനയിലെത്തിയിട്ട് ജംറത്തുൽ അഖബയിൽ എറിയണം. അന്ന് തന്നെ പോയിട്ട് സഅയും 7 തവാഫും 7 സഅയും കഴിഞ്ഞ് തിരിച്ച് മിനയിൽ തന്നെ എത്തണം. ഇത്രയും ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്താ ഇസ്ലാമിന്റെ ഹുക്മ്? അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. കാരണം ഹജ്ജിന്റെ ഉപാധികളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികവും ശാരീരികവും സാങ്കേതികവും. സാങ്കേതികം എന്ന് പറഞ്ഞത് യാത്രാ രേഖകളുമായി ബന്ധപ്പെട്ട വശമാണ്. ഇത് മൂന്നും ക്ലിയറായ ഈ മൂന്ന് നിലക്കും സാധ്യമായ ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് ഹജ്ജ് ഉള്ളത്. അല്ലെങ്കിൽ ഹജ്ജ് അയാൾക്ക് നിർബന്ധമില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യണ്ട, നിങ്ങൾ കുറ്റക്കാരനല്ല എന്നാണ് അപ്പൊ ഇസ്ലാമിന്റെ ഹുക്മ്. സക്കാത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സക്കാത്ത് എന്ന് പറയുന്നത് ഓരോ ഇതിന്റെയും തോതനുസരിച്ച് അഥവാ നിസാബുകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. കാർഷിക വിളകൾക്കാണെങ്കിൽ ഇത്ര, സ്വർണത്തിനാണെങ്കിൽ നാണയങ്ങൾക്കാണെങ്കിൽ ഇത്ര, ആടുമാട് ഒട്ടകം പോലെയുള്ളവയൊക്കെയാണെങ്കിൽ ഇത്ര തോതിലെത്തുമ്പോ ഇത്ര, അതൊക്കെ കൃത്യമാണ്. അടിസ്ഥാനപരമായ 5 നിസാബുകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഏതിനെയും ഇതിന്റെ ഏതെങ്കിലും ഒന്നിന്റെ പ്രകൃതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിധി കണ്ടെത്താവുന്നതാണ്. ഒരാൾ പറയാണ്, എന്റെ സമ്പത്ത് മൊത്തം നോക്കുമ്പോൾ വരവ് അടിസ്ഥാന ചെലവ് കഴിച്ചിട്ട് ഇത്രയൊന്നുമില്ല. എത്രയുള്ളത്? അപ്പൊ എന്തോ ഒരു തുക പറഞ്ഞു, എന്നാ അതിന്റെ എത്ര ശതമാനം കൊടുക്ക്. ഇങ്ങനെ ഇത് ദാനധർമ്മം എത്രയും ചെയ്യാം. പക്ഷേ സക്കാത്ത് എന്ന് പറയുന്നത് നിസാബെത്തിയ ആളുകൾക്ക് മാത്രം ബാധകമാകുന്ന ഒന്നാണ്. നിസാബെത്താത്ത ആളാണെങ്കിൽ അദ്ദേഹത്തോട് എന്താ ഇസ്ലാമിന് പറയാനുള്ളത്? നിങ്ങൾക്ക് സക്കാത്ത് ബാധകമല്ല, സാധ്യമാകുന്ന വിധം ദാനധർമ്മങ്ങൾ ചെയ്തോളൂ പുണ്യം നേടാൻ. ഇതാണ് ഇസ്ലാമിന്റെ ഹുക്മ്. ഇനി നോമ്പിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നോമ്പ് എന്ന് പറയുന്നത് രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ സുബഹയുടെ സമയം മുതൽ മഗ്രിബിന്റെ സമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം, വികാരങ്ങളെ നിയന്ത്രിക്കണം. ഇതാണല്ലോ നോമ്പിന്റെ ബാഹ്യമായ അതിന്റെ ചിട്ടവട്ടങ്ങൾ. അപ്പൊ ഒരാൾ പറയാണ്, എനിക്ക് എന്റെ ശാരീരികാവസ്ഥ വെച്ചിട്ട് ഇത്ര സമയം വരെ, വൈകുന്നേരം വരെ ഒരു 10-12 അല്ലെങ്കിൽ 15 മണിക്കൂറൊക്കെ ഉള്ള നീണ്ട പകലാണ്, ഇത്രയും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് എത്ര കഴിയും? ഒരു 2 മണി വരെയൊക്കെ പറ്റും, അല്ലെങ്കിൽ ഒരു 4 മണി വരെ മാക്സിമം പോകും. നിങ്ങളൊരു 4 മണി വരെ നോമ്പിന്റെ നിയ്യത്തുമായിട്ട് നിലകൊള്ളു. ഇങ്ങനെ നോമ്പുണ്ടോ? അങ്ങനെ നോമ്പില്ല. അല്ലെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ മക്കത്ത് ചെന്നിട്ടോ ഈ നെടുമ്പാശ്ശേരിയിലോ പോയിട്ട് വരട്ടെ എങ്കിൽ അത്ര ചെയ്യ് എന്ന നിലക്ക് ഹജ്ജില്ല. ആകെ 10 റുപ്യാണുള്ളതെങ്കിൽ അതിന്റെ 2.5 റുപ്യ കൊടുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സക്കാത്തില്ല. സംഗതി ഇതൊക്കെ ഇസ്ലാം കാര്യങ്ങളാണ്. പക്ഷെ ഈ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയാണ് അതിന്റെ പ്രകൃതം. ഇനി നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമസ്കാരം ശരിക്കും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത് നിന്നുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും ഇരുന്നു കൊണ്ടല്ല സാധാരണഗതിയിൽ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത്, നിന്നുകൊണ്ടാണ്. നിന്നുകൊണ്ട് പ്രവേശിച്ച ശേഷം പിന്നെ ഇരുന്നും സുജൂദും റുക്കുവും ഒക്കെ ഉണ്ട്. പക്ഷെ നിന്നുകൊണ്ടാണ് നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരാൾ പറയാണ്, എനിക്ക് നിൽക്കാൻ കഴിയില്ല. ഹജ്ജിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താ അയാളുടെ വിധി? നിൽക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കണ്ട എന്നാ പറയേണ്ടത്. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല, നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയോ? ഇരിക്കാൻ കഴിയും, എന്നാ ഇരുന്ന് നിസ്കരിക്കുക. അപ്പൊ ഇരിക്കുമ്പോൾ തന്നെ സാധാരണ ആളുകൾ ഇരിക്കും പോലെ ഇരിക്കാൻ കഴിയില്ല. എങ്ങനെ ഇരിക്കാനാണ് നിങ്ങൾക്ക് കഴിയുക? അപ്പം നമസ്കാരവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട വിധികൾ, ശറഈന്റെ വിധികൾ നിങ്ങളൊന്ന് വിശകലനം ചെയ്തു നോക്കൂ. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും, നമസ്കാരം എന്ന് പറയുന്നത് ഇസ്ലാം കാര്യങ്ങളിലെ 2ാമത്തെ കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ് എന്നിരിക്കെ തന്നെ ഇസ്ലാം കാര്യങ്ങളിലുള്ള മറ്റ് കാര്യങ്ങളിൽ നിന്ന് നമസ്കാരത്തിന് മൗലികമായ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? എന്ന് ചോദിച്ചാൽ ഒറ്റവാചകത്തിൽ നമുക്കിങ്ങനെ പറയാം. നമസ്കാരത്തിന്റെ സമയമായ ശേഷം നമസ്കാരത്തിന്റെ ഇനത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യലാണ് നമസ്കാരം. അതാണ് നമസ്കാരത്തെക്കുറിച്ച് പൊതുവായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാൻ കഴിയുന്ന കാര്യം. നോമ്പിന്റെയോ സക്കാത്തിന്റെയോ ഹജ്ജിന്റെയോ വിഷയത്തിൽ ഇങ്ങനെയല്ല. ആ കാര്യത്തിന് ബാഹ്യമായ ഒരു ചിട്ടവട്ടം, ഒരു രൂപമുണ്ട്, പഠിപ്പിക്കപ്പെട്ട ഒരു നിർണിത രൂപമുണ്ട്. ആ രൂപത്തിൽ ഇതൊരാൾക്ക് നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ആ കർമ്മം ബാധകമല്ല. നിങ്ങൾ രോഗിയാണ് അല്ലെങ്കിൽ ന്യായമായ ഒരു യാത്രയിലാണ്,
എങ്കിലും നിങ്ങൾക്ക് മറ്റൊരു സന്ദർഭത്തിൽ നോമ്പ് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോ സ്വന്തം നിലക്ക് നോമ്പ് റമളാൻ വിട്ട് മാറ്റാൻ അനുവാദമില്ല. പക്ഷെ ഇളവുള്ളവർക്ക് അനുവാദമുണ്ട്. ആ ഇളവ് എന്താണ്? കാരണം എന്താണ്? അള്ളാഹ് തന്നെ പറയണം. നിങ്ങൾ രോഗിയാണോ? രോഗിയായപ്പോ എന്താ പ്രശ്നം? നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് അങ്ങനെയാണ് മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂലേ എന്നല്ല ഇസ്ലാമിന്റെ ചോദ്യം. അദ്ദേഹത്തിന് ഇളവുണ്ട്. നമസ്കാരത്തിന്റെ കാര്യത്തിലും ഇളവുണ്ട്. പക്ഷേ നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ ഇനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അതിലേർപ്പെട്ടുകൊണ്ട് മാത്രമേ ആ ഇളവ് ഉപയോഗിക്കാൻ പറ്റൂ. മാറ്റിവെക്കുക എന്ന ഒരു വകുപ്പില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റ് ആയത്തുകളിലേക്കോ ഹദീസുകളിലേക്കോ ഇപ്പോ ഈ ചർച്ച ഞാൻ കൊണ്ടുപോകുന്നില്ല. ഒരൊറ്റ പോയിന്റ് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നമസ്കാരം സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട ഒരു ഇബാദത്താണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തുൻ നിസായിലെ 102-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. 102-ാമത്തെ ആയത്തിൽ സാമാന്യം വിശദമായി യുദ്ധക്കളത്തിലെ ജമാഅത്ത് നമസ്കാരമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമുക്കിവിടെ വെറുതെ ഇരിക്കുമ്പോ തന്നെ ജമാഅത്ത് നിസ്കാരമില്ല. പക്ഷെ അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താ? യുദ്ധക്കളത്തിലെ ജമാഅത്ത് നമസ്കാരം. ഒരു ഇമാമിന്റെ കീഴിൽ യുദ്ധത്തിന്റെ ഇരുമ്പും തമ്മിൽ ഏറ്റുമുട്ടി ഇടിമിന്നലുകൾ ഉണ്ടാകുന്ന രണാങ്കളത്തിന്റെ നടുവിൽ ഒരു നേതാവിന്റെ കീഴിൽ 2 ബാച്ചായി വന്നുകൊണ്ട് എങ്ങനെ നമസ്കാരം നിർവഹിക്കും അതിനെ വിശദീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും പല രൂപങ്ങളും പഠിപ്പിച്ചു. അങ്ങനെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടായി. സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ നമസ്കാരമുണ്ട്. ഭയത്തിന്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരാൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അയാൾ ചന്ദ്രഗ്രഹണത്തിനും സൂര്യഗ്രഹണത്തിനും നമസ്കാരമുണ്ട്. അതുപോലെ തന്നെ എന്താണ് തീർപ്പ് എന്ന് ഒരു പ്രധാന വിഷയത്തിൽ ഒരു തീർപ്പിലെത്താൻ പറ്റാതെ ആകെ ആശയക്കുഴപ്പത്തിലാകുമ്പോൾ അതിന് തീർപ്പിലെത്താൻ പറ്റുന്ന സഹായകമാകുന്ന ഒരു പ്രാർത്ഥന എന്ന നിലക്ക് നമസ്കാരമുണ്ട്. അതുപോലെ പിന്നെ വരൾച്ച രൂക്ഷമാകുമ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരമുണ്ട്. ഇതുപോലെ വിശ്വാസികൾക്ക് ഭയം രൂക്ഷമാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ഒരു ആരാധനാ രീതിയല്ല സലാത്തുൽ ഖൗഫ്. സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ നമസ്കാരമാണ്. 2 പോയിന്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അതിനാണ് ഞാനിപ്പോ ഇത് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഭയവിഹ്വലമായ ഒരവസ്ഥയിൽ ഒരു സ്വസ്ഥതയുമില്ല, ആകെ കൂടി ഭീതിതമായ ഒരു സ്ഥിതിവിശേഷത്തിൽ എന്ത് നമസ്കാരം? നല്ല ശാന്തമായ സമയത്ത് തന്നെ ഇതിലും കണ്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തെന്തോ അവിചാരിതമായൊരു ശബ്ദം, ആ ബഹളം കൊണ്ട് നിശാംസ്കാരം പോലും കൊണ്ടുപോയി. എന്താ പ്രശ്നം എന്താണെന്നറിയില്ല, പുറത്തൊരു ബഹളം ഉണ്ടായി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടെ പറയുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താ? നിങ്ങൾ യുദ്ധം, നിങ്ങളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പോരാട്ട ഭൂമിയിലായിരിക്കുമ്പോഴും നമസ്കാരത്തിന്റെ സമയമായോ നമസ്കാരം മാറ്റിവെക്കാൻ വകുപ്പില്ല. അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരത്തിന്റെ ഇനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യലാണ് ഫർള് നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഹുക്മ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഭയത്തിന്റെ ഈ ഭയവിഹ്വലമായ അവസ്ഥയിലെ ഒരു നമസ്കാരം എങ്ങനെ എന്നതിന് രൂപമുണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈജ്ഞാനിക ശാഖക്ക് തന്നെ ഒരു പ്രസക്തിയില്ല. സ്ഥിതിഗതികളൊക്കെ ശാന്തമായിട്ട് എത്ര നമസ്കാരം നഷ്ടപ്പെട്ടു എന്ന് ദിവസം നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇത് ഒരു ദിവസം 5 എണ്ണാണുള്ളത്. അപ്പൊ 10 ദിവസമായിട്ടുണ്ടെങ്കിൽ എത്രയാണ്? അല്ലെങ്കിൽ 3.5 ദിവസമാണ് നമ്മൾ ആകെ കൂടി ബേജാറിലും ഈ അസ്വസ്ഥതകളിലും കഴിഞ്ഞത്. അപ്പൊ എത്ര റക്അത്ത് നഷ്ടപ്പെട്ടു എന്ന് കണക്കെടുക്കാൻ പറ്റും. അത് പിന്നെ സൗകര്യപ്പെടുമ്പോൾ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഒരു ലോഹർ നിസ്കരിക്കുമ്പോൾ വേറൊരു ലോഹർ, ഒരു അസർ നിസ്കരിക്കുമ്പോൾ വേറൊരു അസർ, ഇങ്ങനെ അല്ലെങ്കിൽ ഇരുന്നങ്ങനെ നിസ്കരിച്ചോ തീർക്കാം. അങ്ങനെ ഒരു വകുപ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ പഠിപ്പിച്ചത്? യുദ്ധക്കളത്തിലാണെങ്കിലും നിങ്ങൾ നമസ്കരിക്കണം. നമസ്കാരവുമായി ബന്ധപ്പെട്ട് വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യം യുദ്ധക്കളത്തിലെ ജമാഅത്ത് നമസ്കാരമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് എന്നതിന്റെ ഇതിന് സവിശേഷമായ ഒരു പ്രകൃതമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് മതിയാകും. അതാണ് ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഒരു വശം, ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു പ്രതിയോഗികളുടെ പിടിയിലകപ്പെട്ടു. ശത്രുക്കളായ ആളുകൾ അവനെ പിടിച്ച് ലോക്കപ്പിലിട്ടു എന്ന് വിചാരിക്കുക, തടവിലിട്ടു.
അപ്പൊ ആ ശത്രുക്കൾ എന്ത് ചെയ്തു? ഇവനെ പൂർണ്ണ നഗ്നനാക്കി. അവന്റെ ഒരു നൂലിയ ബന്ധം അവന്റെ ശരീരത്തിൽ അവർ അവശേഷിപ്പിച്ചില്ല. പരിപൂർണമായും നഗ്നനാക്കിയിട്ട് അവനെ തടവറയിലിട്ടു. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ മുഴുക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പൂർണ്ണ നഗ്നനായി തടവറയിൽ കഴിയുന്ന ഈ മനുഷ്യൻ നമസ്കരിക്കണോ വേണ്ടേ? ഇങ്ങനെ ഒരു ചർച്ച കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഫർള് നമസ്കാരം അയാൾ സമയത്ത് നിർവഹിക്കണോ വേണ്ടേ എന്ന ഒരു ചർച്ച കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റില്ല. പിന്നെന്താ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്ന ചർച്ച? അദ്ദേഹത്തിന് 5 നേരത്തെ നമസ്കാരം അദ്ദേഹത്തിന് നിർബന്ധമാണ്. ആർക്ക്? ഈ പരിപൂർണ നഗ്നനായ ഈ മനുഷ്യനും 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. നഗ്നത മറക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ടതല്ല. കാരണം പ്രതിയോഗികളുടെ ആ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് അയാൾ ലോക്കപ്പിലാണ്. അപ്പൊ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യന് അവന് സാധ്യമാകുന്നതല്ലാതെ അവന്റെ മേൽ അള്ളാഹു ചുമത്തുകയില്ല എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഔറത്ത് മറക്കാൻ അയാൾ ബാധ്യസ്ഥനല്ല. അപ്പൊ പിന്നെ ഫുഖഹാക്കളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ചർച്ച, ഈ മനുഷ്യൻ നിന്ന് നമസ്കരിക്കലാണോ ഇരുന്ന് നമസ്കരിക്കലാണോ കൂടുതൽ ഉചിതം? ചില ഫുഖഹാക്കൾ പറഞ്ഞു നഗ്നത വെളിപ്പെടാതിരിക്കാൻ, കൂടുതൽ വെളിപ്പെടാതിരിക്കാൻ നല്ലത് ഇരിക്കലാണ്. അതുകൊണ്ട് ഇരുന്ന് നമസ്കരിക്കാം. ഏതവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നവനാണെങ്കിലും അയാൾക്ക് ഇരുന്ന് നമസ്കരിക്കാം. അപ്പൊ വേറെ ചില ഫുഖഹാക്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ട് അവർ പറയുന്നു, ഇദ്ദേഹത്തിന് ആരോഗ്യപരമായി നിൽക്കുന്നതിനൊരു തകരാറുമില്ലെങ്കിൽ അയാൾ നിന്ന് തന്നെ നമസ്കരിക്കണം. പിന്നെ ഈ നമസ്കാരം വേറൊരു സമയത്ത് കണക്ക് വെച്ചിട്ട് ഖളാ വീട്ടേണ്ട നമസ്കാരമായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ അങ്ങനല്ല. ആ നമസ്കാരം ആ നഗ്നനായിക്കൊണ്ട് അയാൾ നിർവഹിച്ച നമസ്കാരത്തോടെ ആ നമസ്കാരത്തിന്റെ ബാധ്യതയിൽ നിന്ന് അയാൾ ഒഴിവായി എന്നതാണ്. അപ്പോ ഭയവിഹ്വലമായ അവസ്ഥയിലും ആ ഒരു മനുഷ്യൻ നമസ്കരിക്കുമ്പോ എന്ത് ഏകാഗ്രത ഉണ്ടാവുക? ഓടിക്കൊണ്ട് നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ട് നമസ്കരിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വീഴോ എന്റെ പെരടിയിൽ മിസൈൽ എന്ന ഭയത്തോടെ. നമുക്കിതൊക്കെ ഇപ്പോ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ ജീവിതം തന്നെയാക്കിയ ആളുകൾ ഇന്ന്, പഴയ ചരിത്രത്തിലല്ല, ഇന്ന് നമ്മുടെ കൺമുമ്പിലുണ്ട് നിരവധി പ്രദേശങ്ങളിൽ. അപ്പൊ അത്തരം ദിനരാത്രങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഏത് നിമിഷവും എന്റെ മുതുകിൽ ഈ മിസൈൽ വീഴാം, ബോംബ് വർഷിക്കാം, അല്ലെങ്കിൽ എന്റെ കെട്ടിടം തന്നെ പിന്നെ നിലംപൊത്തി ഞങ്ങളുടെ മേലെ വീഴാം എന്നൊക്കെയുള്ള അവസ്ഥയിലും നമസ്കാരത്തിൽ ഏർപ്പെടുമ്പോ എന്ത് ശ്രദ്ധ ഉണ്ടാവുക? ആ ശ്രദ്ധയുണ്ടാവും. പക്ഷെ അള്ളാഹ് കൽപ്പിച്ചതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ ഇതിൽ ഏർപ്പെടുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ വികാരമുണ്ടല്ലോ, അതാണ് അതിന്റെ മർമ്മം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് വേണ്ടി നിയമമാക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിനൊരു സമയമുണ്ട് എന്ന് മാത്രമല്ല, ആ സമയം റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചതാണ് എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. അപ്പൊ പിന്നെ ആ സമയത്തിൽ നിന്ന് അത് മാറ്റി അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റാൻ ചില അളവുകളുണ്ട്. ഉദാഹരണത്തിന് യാത്രക്കാർക്ക് കസ്റും ജമ്മും ആയിട്ട് നമസ്കരിക്കാം. അതിന്റെ വിധിയെപ്പറ്റി ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം, സമയം ചുരുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് യാത്രക്കാരുടെ ജമ്മിനെയും കസറിനെയും സംബന്ധിച്ച്, നമ്മൾ ജമ്മിനെയും കസറിനെയും സംബന്ധിച്ചും നമസ്കാരത്തിന്റെ സൂക്ഷ്മതയെ സംബന്ധിച്ചും ആവശ്യത്തിലേറെ ഉപാധികൾ വെക്കുകയും ആവശ്യത്തിലേറെ കരുതൽ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും. ഒരു സംശയമില്ല, നിങ്ങൾ പഠിച്ചു നോക്കൂ. അതായത് നമസ്കാരത്തിന്റെ ചിട്ടവട്ടങ്ങളെക്കുറിച്ച് ആവശ്യത്തിലേറെ വസ്തുവാസുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇബിലീസാണ്. വൃത്തിയില്ല, അങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാളെ പറ്റി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ഗീബത്താണ് എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. ബാങ്ക് കേട്ടപ്പോ നിർത്തി. ബാങ്ക് കേട്ടപ്പോ നിർത്തിയിട്ട് പിന്നെ തുടങ്ങിയപ്പോ വേറൊരാളെ പറ്റിയായി. അപ്പൊ ഈ ബാങ്ക് കൊണ്ടുണ്ടായ ഗുണം എന്താന്ന് വെച്ചാൽ ഒരുത്തൻ ഇയാളുടെ നാവിന്ന് രക്ഷപ്പെട്ടു, വേറൊരുത്തനെ കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങി. അല്ല, അപ്പൊ മറ്റേ സുഹൃത്ത് ചോദിച്ചെല്ലാം നിസ്കരിക്കണ്ടേ? അല്ല, എനിക്ക് ലോഹറുണ്ട്. ഇത് അസർ ബാങ്കാണ്. അപ്പോ അസറിന് നിസ്കരിക്കാൻ പോണ്ടേ, നിങ്ങൾ നിസ്കരിക്കണ്ടേന്ന് ചോദിക്കുമ്പോ മുമ്പരെന്താ പറഞ്ഞത്? ലോഹറുണ്ട്. അപ്പൊ ലോഹർ നിസ്കരിച്ചിട്ടില്ല. ലോഹർ നിസ്കരിക്കാത്തതുകൊണ്ട് അസറും ഇല്ല. വളരെ വ്യാപകമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ നീക്കിവെക്കാൻ ഒരു ശറയിൽ അനുവദിക്കപ്പെട്ട ഒരു വകുപ്പുമില്ലാതെ ഇങ്ങനെ നമസ്കാരം ഒരു സമയം, ഒന്നിന്റെ സമയം കഴിഞ്ഞ്, രണ്ടാമത്തതിന്റെ സമയം കഴിഞ്ഞ്, മൂന്നാമത്തതിന്റെ സമയം കഴിഞ്ഞ്, അവസാനം ഇശായുടെ കൂടെ ഇത് മൂന്നും ഒന്നിച്ച് നമസ്കരിക്കുന്ന ഈ സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് നമസ്കാരത്തിൽ ഖളാ എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ ഇല്ല എന്നാണ്.
അതിന്റെ മുഴുവൻ വിധികളും നോക്കിയാൽ യഥാർത്ഥത്തിൽ പറയേണ്ടത് അതാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോകാമല്ലോ മറന്ന് ഏതെങ്കിലും അവസ്ഥയിൽ. അതുകൊണ്ട് ഫുഖഹാക്കൾ ഖളാ വീട്ടുന്നതിന്റെ വകുപ്പ് വെച്ചതാണ്. ഖളാഉം അദാഉം എന്ന് പറഞ്ഞാൽ സമയത്തിന് നിസ്കരിക്കലും സമയം തെറ്റി നിസ്കരിക്കലും രണ്ടും റബ്ബ് നിശ്ചയിച്ച രണ്ട് ഓപ്ഷനാണ് എന്ന വകുപ്പിലാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്ന ഒരു വിജ്ഞാന ശാഖ തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അസ്വസ്ഥതയുള്ള സമയത്ത് സ്വസ്ഥമാകുന്ന അവസ്ഥയിലേക്ക് മാറ്റിവെച്ചാ പോരെ. അങ്ങനെ മാറ്റിവെക്കാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ ഈ നഗ്നനായ മനുഷ്യൻ നമസ്കരിക്കുന്നതിന്റെ മസ്അല ഉലമാക്കൾ ചർച്ച ചെയ്യുമായിരുന്നില്ല. കാരണം ഉടുക്കാതെ എന്ത് നിസ്കാരം? കാര്യം വളരെ ലളിതല്ലേ. പക്ഷെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്, നമസ്കാരത്തിന്റെ സമയമായാൽ നമസ്കാരത്തിന്റെ ഇനത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യലാണ് നമസ്കാരം. അത് യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് 2 റക്അത്താക്കാം. പിന്നെ അല്ലെങ്കിൽ അസൗകര്യങ്ങൾ, ന്യായമായ അസൗകര്യങ്ങൾ ഉള്ളവർക്ക് 2 നമസ്കാരങ്ങൾ ചേർത്ത് നമസ്കരിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, അതേ സംബന്ധിച്ച് വേറെ തന്നെ നമുക്കൊരു ചെറിയ ചർച്ച നടത്താം. അപ്പൊ സൂക്ഷ്മത വർദ്ധിക്കുന്നതിനനുസരിച്ച് നമസ്കാരം നഷ്ടപ്പെടുക ചെയ്യുന്നത് എന്നതാണ് ഒരു വിചിത്രമായ പ്രതിഭാസം. എന്ന് പറഞ്ഞാൽ ജമ്മും കസറുമാക്കാൻ ആ ദൂരം പോരാ എന്ന് കരുതിയിട്ട് ഇയാൾ ജമ്മും കസറുമാക്കുന്നില്ല. എന്നിട്ട് യാത്ര പുറപ്പെടുന്നു. ഇദ്ദേഹത്തിന് ബസ്സിൽ വെച്ചോ യാത്രക്കിടയിലോ നമസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമസ്കാരം നഷ്ടപ്പെടുന്നു. അപ്പോ അസറിന് തുടങ്ങുകയും മഗ്രിബ് കഴിഞ്ഞൊരല്പം കൂടി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവസാനിക്കുമെന്നും പ്രതീക്ഷിച്ച യാത്ര വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വഴിയിൽ ഇയാൾ പെട്ടുപോകുന്നു. അപ്പൊ നമസ്കാരം ആ യാത്രക്കിടയിൽ അദ്ദേഹം ഒഴിവാക്കാൻ നിർബന്ധിതനാകുന്നു. മഗ്രിബ് നഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഇശാ കഴിഞ്ഞിട്ട് മഗ്രിബും ഇശായും പിന്നീട് ഇയാൾ വീട്ടിൽ വന്നിട്ട് ഖളാ വീട്ടുന്നു. വളരെ വ്യാപകമായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോമ്പിന്റെ വിഷയമെടുത്താൽ, സക്കാത്തിന്റെ കാര്യമെടുത്താൽ, ഹജ്ജിന്റെ വിഷയമെടുത്താൽ അതിനൊരു ബാഹ്യമായ ഒരു ഘടനയുണ്ട്. അങ്ങനെ അത് നിർവഹിക്കാൻ കഴിയുന്നവർക്കേ അത് ബാധകമുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇളവാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇതിന്റെ അടിസ്ഥാന ഘടന വളരെ ചിട്ടവട്ടത്തോടുകൂടി 5 നേരം നമ്മൾ നിർവഹിക്കുന്ന പള്ളികളിൽ ജമാഅത്തായിട്ട് നടക്കുന്ന ആ ഘടനയുണ്ടല്ലോ, ഒരാൾക്ക് അത് പാലിക്കാൻ കഴിയില്ലേ എങ്കിൽ അയാൾക്ക് ജമ്മും കസറും എന്നതാണ് ഇളവ്. ഇനി നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്നിട്ട് കഴിയില്ലെങ്കിൽ കിടന്നിട്ട് ഒരാൾക്ക് നല്ല ബോധമുണ്ട്, കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഫുഖഹാക്കൾ പറയുന്നു, അയാളെ പരിചരിക്കാൻ നിൽക്കുന്ന ആളെ കൊണ്ട് വുളൂ ചെയ്യിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൺപോളകൾ കൊണ്ട് ഇഷാറത്താക്കിയിട്ടെങ്കിലും ബോധം സജീവമായിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് അയാൾ ഉത്തരം ചെയ്യണം. ഇത് റബ്ബ് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ബോധ്യമുണ്ടായാൽ മതി. നമസ്കാരം അതിന്റെ സമയം തൊട്ട് തെറ്റിക്കാൻ ശറയിൽ അനുവദിക്കപ്പെട്ട വകുപ്പല്ലാതെ ഒരു വകുപ്പുമില്ല. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അത് സമയബന്ധിതമായി നിർവഹിക്കപ്പെടേണ്ട നിർബന്ധമാക്കിയ കർമ്മമാണ് എന്ന ബോധ്യത്തോടെ അതിന്റെ ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് നിർവഹിക്കുന്നത് നമ്മൾ ശീലമാക്കണം. അതിൽ തകരാറുള്ളവരുണ്ടെങ്കിൽ അത് തിരുത്തണം. എന്നിട്ട് യാത്രയാണെങ്കിലോ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളാണെങ്കിലോ അത് കാലേ കൂട്ടിക്കണ്ട് അതിനനുസരിച്ച് നമസ്കാരം എങ്ങനെ എപ്പോൾ നിർവഹിക്കും എന്നതിനെക്കുറിച്ച് ഒരാസൂത്രണം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ട വരും. നമസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ സ്വാഭാവികമായും ബാധകമാകുന്നത് ഈ അടിസ്ഥാനപരമായ ഘടന തന്നെ ഒരാൾ പാലിക്കുമ്പോൾ അയാൾക്കാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് നിർബന്ധമാക്കിയ ഈ കർമ്മം അതിന്റെ ആ ഘടനകളും വ്യവസ്ഥകളും കൃത്യമായി പാലിച്ചുകൊണ്ട് റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്യാൻ ഏതവസ്ഥയിലും ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധത്തോടെ നിലകൊള്ളണം. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വീഴ്ചകളും പോരായ്മകളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചുവോ റഹ്മാനായ റബ്ബെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പലതരത്തിലുള്ള ശാരീരികവും മാനസികവും സാമ്പത്തികവും മറ്റുമായ പല വിഷമങ്ങളുമുള്ള ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ റബ്ബേ. പലതരത്തിലുള്ള രോഗങ്ങളുടെ പിടിയിലകപ്പെട്ടവരുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും സഫലമാക്കണേ നാഥ. അവസാനം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി പാപികളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്.
أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات واستغفروه إنه هو الغفور الرحيم.